Hi everyone, I'm Nandu Jithendran. നോവൽ ഫാക്ടറിയിൽ ഒരു മാനേജിങ് പാർട്ട്ണറായിട്ട് ഞാനുണ്ട്. ഞങ്ങൾ സ്റ്റുഡിയോ നോവൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഡിസൈൻ പാർട്ട് മാത്രമല്ല, അതിൻ്റെ എക്സിക്യൂഷൻ പാർട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എൻ്റെ എക്സ്പെർട്ടീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ ഡു ലോട്ട് ഓഫ് പ്രീവിയസ്ലി എൻ്റെ കരിയർ എടുക്കുകയാണെങ്കിൽ വളരെയധികം വലിയ പ്രോജക്ട്സ് ദുബായ് ബേസ് ചെയ്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്പെർട്ടീസ്. അപ്പോൾ ഏതൊരു ഡിസൈനും അതിൻ്റെ നമ്മൾ എക്സിക്യൂഷൻ പാർട്ടിലേക്ക് വരുന്ന കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ, അത് ഒരു ക്വാളിറ്റി കൺട്രോൾ എങ്ങനെ ചെയ്യണം, എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം, ഓരോ വർക്കും ഓരോന്നിനെ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാതെ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ള ഒരു എക്സ്പെർട്ടീസാണ് ശരിക്കും സ്റ്റുഡിയോ നോവൽ ഫാക്ടറിയിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയാനായിട്ട്. Hello everyone, എൻ്റെ പേര് Abhilasha Kishore. I own an interior design studio Novel Factor in Trippunithura. ഞാൻ ഇൻറ്റീരിയേഴ്സിലേക്ക് വെഞ്ചർ ചെയ്യാനുള്ള ഒരു മെയിൻ റീസൺ, ഇറ്റ് ഈസ് വെരി ക്രിയേറ്റീവ് ആൻഡ് ചലഞ്ചിങ് അറ്റ് ദ സെയിം ടൈം. നമ്മളിവിടെ ഡിസൈൻ പാർട്ട് മാത്രമല്ല, വി ലുക്ക് ഇൻ ടു ദ എക്സിക്യൂഷൻ ആസ് വെൽ. അപ്പം ഓരോ ദിവസവും വി ഫേസ് ന്യൂ ചാലഞ്ചസ്, അത് ടാക്കിൾ ചെയ്യുക, പ്രോബ്ലം സോൾവിങ് സ്കിൽസ് എല്ലാം ഇംപ്രൂവ്ഡ് ആവും ആസ് എ പേഴ്സൺ. ഇതിൽ ഇന്റീരിയർ ഡിസൈനിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അൾട്ടിമേറ്റ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ്. ബിക്കോസ് നമ്മൾ എന്തൊക്കെ എഫേർട്ട് ഇടുന്നോ അതെല്ലാം ടാഞ്ചിബിൾ ആയിട്ട് ആ സ്പേസിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ദറ്റ് അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ വെൻ വി ഹാൻഡ് ഓവർ എ പ്രോജക്റ്റ്, ആൾക്കാർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യും, വി ഫീൽ സോ ഗുഡ് ആ ഒരു പെർട്ടിക്കുലർ ഡേയിൽ. ദാറ്റ് ഇസ് ഓൾ വെരി ഗുഡ്. അത് മാത്രമല്ല, ഒരു ക്ലയൻറ്റ് പെർസ്പെക്റ്റീവിൽ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ സ്പേസ് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് അവരുടെ ബിസിനസ്സിന് വാല്യൂ ആഡ് ചെയ്യും, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും, അവരുടെ വർക്ക് ഫോഴ്സിൻ്റെ മെൻ്റൽ വെൽബീയിങ് എല്ലാം ആംഡപ്പ് ആകും. ഒരു വീട് നമ്മൾ ചെയ്യുമ്പോൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ മെൻ്റൽ വെൽബീയിങ്, അവരുടെ ആ ഒരു സ്പേസിൽ ജീവിക്കാനുള്ള താല്പര്യം കൂടും. They all feel a very warm and cozy environment when they enter into a perfectly designed space. അപ്പം നമ്മൾ മൊത്തത്തിൽ ആൾക്കാരുടെ വാല്യൂ കൂട്ടാണ്, ദ വാല്യൂ ഓഫ് ദെയർ ലൈഫ് സ്റ്റൈൽ കൂടുകയാണ്. സോ ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഗിവ്സ് മീ അൾട്ടിമേറ്റ് സാറ്റിസ്ഫാക്ഷൻ ആസ് ബീങ് എൻ ഇന്റീരിയർ ഡിസൈനർ. എപ്പോഴും ആൾക്കാർ നമ്മളടുത്ത് ചോദിക്കുന്നത്, ഒരു പെർട്ടിക്കുലർ ഡിസൈൻ സ്റ്റൈൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു സ്പേസിൽ ഈ ഡിസൈനാണ് വേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നതെന്നാണ്. ഒരു 40+ ഡിസൈൻ സ്റ്റൈൽസ് ഉണ്ട്, ആൻഡ് ദാറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. ഈ ഡിസൈൻ സ്റ്റൈൽസ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എറേന്നാണ് ഡിസൈൻ സ്റ്റൈൽസ് വരുന്നത്. നമ്മൾ ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് കാണുമ്പോൾ അവരുടെ അടുത്ത് ചോദിക്കും, എങ്ങനെയാണ് നമ്മൾക്ക് അവരുടെ സ്പേസ് ബ്രൈറ്റ് ആണോ വേണ്ടേ, അതോ ബോൾഡ് ആൻഡ് ഡാർക്ക് ആണോ വേണ്ടേ, മൂഡി ആണോ വേണ്ടേ, അവർക്ക് കാമിങ് ആണോ വേണ്ടേ, അല്ലെങ്കിൽ അവർക്ക് ഒരു പോപ്പ് കൾച്ചർ കൊണ്ടുവരാണോ വേണ്ടേ. അതൊക്കെ ഓരോ ക്ലയൻറ്റിന്റെ നീഡാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ സ്റ്റൈൽസിലോട്ട് നാരോ ഡൗൺ ചെയ്യുക, ഏത് ഡിസൈൻ സ്റ്റൈലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പൊ ബ്രൈറ്റ് ആൻഡ് ബോൾഡ് കളേഴ്സ് ആണെങ്കിൽ ആർട്ട് ഡെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസൈൻ സ്റ്റൈലുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് കാം ആൻഡ് കോസി ആണെങ്കിൽ ജപ്പാൻഡി ഒരു ഡിസൈൻ സ്റ്റൈലാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പെർട്ടിക്കുലർ ഡിസൈൻ സ്റ്റൈൽ മാത്രം ഒരു സ്ഥലത്ത് യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എറയിൽ ആ ഒരു സ്പേസ് സ്റ്റക്കായി പോകും. നമ്മൾ എപ്പോഴും ഒരു ഡിസൈൻ സ്റ്റൈൽ എടുക്കുക, ആൻഡ് അതിൻ്റെ ഡിസൈൻ കസിൻസ് അല്ലെങ്കിൽ ഡിസൈൻ പാർട്ട്നേഴ്സ് ഉണ്ട് ഓരോ ഡിസൈൻ സ്റ്റൈലിനും. അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ജപ്പാൻഡി സ്റ്റൈൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ സ്റ്റൈൽസ് ആണ് മിഡ് സെഞ്ച്വറി, മോഡേൺ, ബൊഹേമിയൻ ആൻഡ് ഓൾസോ മിനിമലിസ്റ്റിക് സ്റ്റൈൽസ്. ഇത് നമ്മളപ്പോൾ ഒരു സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഫർണിച്ചേഴ്സ് വേണമെങ്കിൽ നമുക്ക് ജപ്പാൻഡി ആക്കാം, കുഷ്യൻസ് ആൻഡ് റഗ്സിൽ നമുക്ക് ബൊഹേമിയൻ കൊണ്ടുവരാം, അതുപോലെ തന്നെ ലൈറ്റിംഗിൽ മിഡ് സെഞ്ച്വറി, മോഡേൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആക്കാം. അപ്പോൾ ഇത് എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിലുള്ള സ്പേസ് ഒരു പെർട്ടിക്കുലർ ഡിസൈൻ എറയിൽ സ്റ്റക്ക് ആവാണ്ടിരിക്കും. ഞാൻ പേഴ്സണലി എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഒരു സ്പേസിൽ ഐ ഓൾവേസ് ട്രൈ ടു മിക്സ് ആൻഡ് മാച്ച് ദ ഓൾഡ് ആൻഡ് ദ ന്യൂ, അതായത് ദ മോഡേൺ ആൻഡ് ദ ക്ലാസിക്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഒരു സ്പേസ് ടൈംലെസ് ആയിട്ട് വരുന്നത്.
ചെയ്യുന്ന മോസ്റ്റ് കോമൺ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫോളോയിങ് ട്രെൻഡ്സ് ബ്ലൈൻഡ്ലി. അവർ ബ്ലൈൻഡായിട്ടൊരു ട്രെൻഡ് ഫോളോ ചെയ്യും. അതായത് ചുറ്റിനും കാണുന്ന എന്താണോ അത് അങ്ങ് ഫോളോ ചെയ്യുക. ഇന്റീരിയർ ഡിസൈൻ ഇസ് നോട്ട് അബൌട്ട് ഗിവിങ് സം ഫാൻസി ലൈറ്റ്സ്, അല്ലെങ്കിൽ കുറച്ച് ജാസും കുറച്ച് ലൈറ്റ്സ് അവിടെ, കുറച്ച് മിറേഴ്സ് ഇവിടെ. ദാറ്റ് ഇസ് നോട്ട് വാട്ട് ഇന്റീരിയർ ഡിസൈൻ ഇസ് അബൌട്ട്. ഇന്റീരിയർ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ട്രെൻഡ്സ് ഫോളോ ചെയ്യേണ്ടതെന്നല്ല, ട്രെൻഡ്സ് ഫോളോ ചെയ്യണം, പക്ഷെ ഇറ്റ് ഇസ് ഓൾ അബൌട്ട് യു ബീങ് എ പേഴ്സൺ. നമ്മൾ ആ ഒരു സ്പേസിൽ എൻ്റർ ചെയ്യുമ്പോൾ ഇത് എൻ്റെ വീടാണെന്നുള്ളൊരു ഫീലിംഗ് അതിനകത്ത് വരണം. അപ്പൊ ആ സ്പേസ് ഷുഡ് റിഫ്ലക്ട് യുവർ പേഴ്സണാലിറ്റി ആസ് വെൽ. അല്ലാതെ അവിടെ കുറച്ച് ലൈറ്റ്, ഇവിടെ കുറച്ച് ഫർണിച്ചർ, അങ്ങനെയല്ല നമ്മളത് ചെയ്യേണ്ടത്. നമ്മളപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ്, നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് സൊവിനിയേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ ബുക്ക് വായിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബുക്സ് ഉണ്ടാവും. അപ്പൊ ഇതിനൊക്കെ ഒരു സ്പേസസ് നമ്മൾ വീട്ടിൽ കണ്ടെത്തണം. കാരണം അപ്പോഴാണ് അത് നമ്മളുടെ സ്പേസ് ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഒരു ഇന്റീരിയർ ഡിസൈനറിന്റെ റോൾ ഇതിൽ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ഇന്റീരിയർ ഡിസൈനർ എപ്പോഴും ഒരു ആൾക്കാരുടെ അടുത്ത് അവരുടെ സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ദേ വിൽ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച്. നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് പോണത്, നിങ്ങളുടെ വീട്ടിൽ എന്തിനൊക്കെ സ്ഥലങ്ങൾ വേണം, each and every minute detail regarding the storage, right from the storage to even like നിങ്ങളുടെ റൂട്ടീൻ ആണെങ്കിൽ where do you prefer to read your book, where do you prefer to do your yoga sessions, where do you prefer to and where do you find time, where do you want to find a space to teach your children. അങ്ങനെ ഓരോ കാര്യങ്ങളിനെ പറ്റിയിട്ടും ഒരുപാട് തോട്ട് പ്രോസസ് ഉണ്ട്. ഒബ്വിയസ്ലി നിങ്ങൾ ഒരുപാട് പൈസ മുടക്കി ചെലവ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് അത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള തോട്ട് പ്രോസസ്സ് കൊടുക്കണം. എന്നാലേ ആ സ്പേസിന് നിങ്ങൾ ചെലവ് ചെയ്ത ആ ഒരു അമൗണ്ടിന് അതിനൊരു മാക്സിമം യൂട്ടിലൈസേഷൻ ഉണ്ടാവുള്ളൂ. സോ ദിസ് ഇസ് വൺ തിങ്. പിന്നെ വേറൊരു കാര്യം, ലൈറ്റിംഗ്. ഒരിക്കലും ആൾക്കാർ ലൈറ്റിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ലൈറ്റിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 kinds ഓഫ് ലൈറ്റിംഗ് ഉണ്ട്. ലെയേർഡ് ലൈറ്റിംഗ് ആയിരിക്കണം എപ്പോഴും. ദർ ഇസ് ടാസ്ക് ലൈറ്റിംഗ്, ദർ ഇസ് ആംബിയന്റ് ലൈറ്റിംഗ് ആൻഡ് ദർ ഇസ് ആക്സെന്റ് ലൈറ്റിംഗ്. ആംബിയന്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്പേസിൽ ലൈറ്റ്, ആ ഒരു ഹോൾ സ്പേസ് ലിറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈറ്റാണ് ആംബിയന്റ് ലൈറ്റിംഗ്. ഓക്കെ. ടാസ്ക് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഡു എ സ്പെസിഫിക് ആക്ടിവിറ്റി, ലൈക്ക് ഫോർ എക്സാമ്പിൾ റീഡിങ് എ ബുക്ക് ഓർ റൈറ്റിംഗ് ഓർ സ്റ്റഡിങ്, അതിന് വേണ്ടിയിട്ടുള്ള ലൈറ്റാണ് ടാസ്ക് ലൈറ്റിംഗ്. ആക്സെന്റ് ലൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പേസിൽ എന്തെങ്കിലും ഡെക്കോർ പീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫർണിച്ചർ ഉണ്ട്, അത് പോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡെക്കോർ ലൈറ്റിംഗ്. സോ ഓൾ ദീസ് 3 layers ഓഫ് ലൈറ്റിംഗ് ഉണ്ടെങ്കിലാണ് ഒരു സ്പേസ് വെൽ ലിറ്റ് ആവുന്നത്. ലൈറ്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് അത് നമ്മളുടെ മൂഡിനെ എഫക്ട് ചെയ്യും, നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ എഫക്ട് ചെയ്യും. ഒരു സ്പേസ് നമ്മൾ പ്രോപ്പർലി ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്പേസിന്റെ ആ ഒരു എലിമെന്റ്സും ആ സ്പേസിന്റെ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും ടെക്സ്ചേഴ്സും അതിന്റെ ഭംഗിക്ക് വേണ്ടിയിട്ട് ലൈറ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ്. നാച്ചുറൽ ലൈറ്റിങ്ങിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. വെൽ വെന്റിലേറ്റഡ് സ്പേസസ് ആയിരിക്കണം, വിൻഡോസ്, വലിയ വിൻഡോസ് ഉണ്ടാവണം, എയർ ഫ്ലോ നന്നായിട്ട് ഉണ്ടാവണം. അതും ഒരു ഭാഗമാണ് ഇതിന്റെ. അതുപോലെ തന്നെ ലൈറ്റിംഗ് ക്യാൻ ഹെൽപ്പ് അസ് ടു ക്രിയേറ്റ് സോൺസ് ആസ് വെൽ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ ഒരു ലിവിംഗ് റൂം, മോസ്റ്റ് ഓഫ് ദ ഇപ്പോൾ കോമ്പാക്ട് ആയിട്ടുള്ള സ്പേസസിൽ ലിവിംഗ് റൂം ആൻഡ് ഡൈനിങ് റൂം ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അപ്പം ലിവിംഗ് റൂമിൽ നമ്മൾ ഒരു ഷാൻലിയർ കൊടുക്കുകയാണ്, ഡൈനിങ് റൂമിലും നമ്മളൊരു ഷാൻലിയർ കൊടുക്കുകയാണ്. അപ്പോൾ എന്തായി, ആ 2 സ്പേസസും സോൺസ് ആയി, 2 different zones ആയി അല്ലെ. ലൈറ്റിംഗ് ക്യാൻ ഓൾസോ ഗിവ് us 2 specific zones. നമ്മളൊരു ചെറിയ സ്പേസ് ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ലെഗഡ് ഫർണിച്ചർ ആയിരിക്കണം. ലെഗഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സോഫ എടുക്കുമ്പോൾ അതിൻ്റെ ലെഗ്സ് വിസിബിൾ ആയിരിക്കണം. അപ്പോൾ ഒരു മൊത്തത്തിലൊരു എയറി ഫീല് കിട്ടും. അതല്ലാതെ നമ്മൾ ആ ഒരു സോഫ, ഒരു ബൾക്കി ആയിട്ടുള്ള ഒരു സോഫ അവിടെ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ക്രാംഡ് സ്പേസ് ആയിട്ട് ഫീൽ ചെയ്യും നമുക്ക്. അതായത് നമ്മളൊരു സോഫ അവിടെ വെക്കുമ്പോൾ അതിൻ്റെ ലെഗ്സ് വിസിബിൾ ആയിരിക്കണം. സോഫ മാത്രമല്ല, ബീറ്റ് എനി പീസ്, എനി ഫർണിച്ചർ പീസ്
മീൻസ് അതിൻ്റെ ലെഗ്സ് വിസിബിൾ ആയിരിക്കണം. പിന്നെ നമ്മൾ മിറേഴ്സ് യൂസ് ചെയ്യുക, റിഫ്ലക്റ്റീവ് മിറേഴ്സ്, അത് സ്പേസിനെ കുറച്ചും കൂടി വലുതാക്കും. പിന്നെ നമുക്ക് ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യാം. നമ്മൾ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ സ്പേസിന് കുറച്ചും കൂടെ വലിപ്പം തോന്നും. നമുക്ക് ഓൾവേസ് ഫോക്കസ് ഓൺ ഗിവിങ് സ്ട്രൈപ്സ് അല്ലെങ്കിൽ ലൈൻസ്. ഒരു സ്പേസിനെ നമുക്ക് ലൈൻസ് വരുമ്പോൾ ഫോക്കസ് അവിടത്തേക്ക് പോകും. അതിൻ്റെ ആ ഒരു സ്മോൾ ഒരു നേച്ചർ മാറിയിട്ട് അവർ ഫോക്കസ് ഓൾവേസ് ഗോസ് ഓൺ ദ ലൈൻസ്. ലൈൻസ് ആണ് എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ അറ്റൻഷൻ ഡ്രോ ചെയ്യുന്ന ഒരു സാധനം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജസ് എങ്ങനെ മാക്സിമൈസ് ചെയ്യാം, അതായത് മൾട്ടി ഫങ്ഷനാലിറ്റി ഉള്ള ഫർണിച്ചേഴ്സ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ ഒരു 3 BHK ഉണ്ട്. ആ 3 BHKയിൽ നമുക്ക് ഒരു സ്റ്റഡി റൂം കൂടെ വേണമെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു റൂം, നമുക്കൊരു ഗസ്റ്റ് റൂമിനെ നമുക്ക് വേണമെങ്കിൽ അവിടെയുള്ള ആ ബെഡിനെ നമുക്ക് ഒരു സോഫ കം ബെഡായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ വി ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ബെഡ്, ആവശ്യമില്ലാത്തപ്പോൾ ദാറ്റ് വിൽ ബി എ സ്റ്റഡി റൂം. അതൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് എപ്പോഴും വാൾസ് യൂസ് ചെയ്യാം. വാളിൽ ടോൾ സ്റ്റോറേജസ് യൂസ് ചെയ്യാം. ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് വി ക്യാൻ കൺസിഡർ ഇൻ മേക്കിംഗ് എ സ്മോൾ സ്പേസ്. സോ നമ്മളിവിടെ സ്റ്റുഡിയോ നോവൽ ഫാക്ടറിൽ ഒരു വാക്ക് ഇൻ ക്ലയൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് ക്ലയൻറ്റ് കോളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ഇറ്റ് ഈസ് ഓൾവേസ് അബൌട്ട് ഫങ്ഷനാലിറ്റി. എന്താണ് അവർക്ക് ആ ഫങ്ഷനാലിറ്റിയുടെ ടേംസിൽ ആ സ്പേസിൽ നിന്ന് നമുക്ക് അവർക്ക് വേണ്ടതെന്നാണ് നമ്മൾ ആദ്യം അവരോട് ചോദിക്കുക. നമ്മളെപ്പോഴും ഫോം ആൻഡ് ഫങ്ഷൻ ബാലൻസ് ചെയ്യണം. നമ്മളുടെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ അവരുടെ അടുത്ത് നിന്ന് ഫങ്ഷനാലിറ്റി ചോദിക്കും. ആദ്യം നമ്മളൊരു ഫർണിച്ചർ ലേഔട്ട് ഉണ്ടാക്കും. ഫർണിച്ചർ ലേഔട്ടിൽ അവർ ഓക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ അവർക്ക് മൂഡ് ബോർഡ്സ് കൊടുക്കും. മൂഡ് ബോർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരായിട്ടുള്ള ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ വി വിൽ നോ. നമ്മൾ അവരോട് ചോദിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെഫറൻസസ് ഉണ്ടോ. അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കുറച്ച് ഡിസൈൻ സ്റ്റൈൽസ് നാരോ ഡൗൺ ചെയ്തിട്ട് നമ്മൾ ആ മൂഡ് ബോർഡ് കൊടുക്കും. മൂഡ് ബോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും അവരുടെ സ്പേസ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക. മൂഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡ്രോയിങ് അല്ല, ഇറ്റ് ഈസ് ആക്ച്വലി കളക്ഷൻ ഓഫ് പിക്ചേഴ്സ്. ഒരു ലിവിംഗ് റൂം ആണെങ്കിൽ ആ ലിവിംഗ് റൂമിൽ എന്തൊക്കെ വരാം, ദർ ക്യാൻ ബി എ സോഫ, ദർ ക്യാൻ ബി ഡെക്കോർ, അതായത് വാസസ് ഉണ്ടാവാം, കുഷൻസ് ഉണ്ടാവാം, ദർ ക്യാൻ ബി ലൈറ്റിംഗ്, ദർ ക്യാൻ ബി റഗ്സ്, പിന്നെ TV യൂണിറ്റ് ഉണ്ടെങ്കിൽ അത്, ആക്സൻ ചെയർ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ അതിൻ്റെയൊക്കെ ദ കൈൻഡ് ഓഫ് തിങ്സ് ദാറ്റ് വി ആർ ഗോയിങ് ടു യൂസിൻ്റെ ഒരു പിക്ചേഴ്സിൻ്റെ കളക്ഷനാണ് ഈ മൂഡ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ മൂഡ് ബോർഡ് ഓരോ റൂമിനും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടും ഹൗ ദ സ്പേസ് ഇസ് ഗോയിങ് ടു ലുക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കളേഴ്സും നാരോ ഡൗൺ ചെയ്യും, ഏതൊക്കെ കളേഴ്സ് ആണെന്ന്. അത് കഴിഞ്ഞിട്ട് ഇഫ് ദേ ആർ ഓക്കെ, ബോത്ത് ഓഫ് us ആർ ഓൺ ദ സെയിം പേജ്, നമ്മൾ പിന്നെ വി സ്റ്റാർട്ട് ഇൻ ടു ദ ഡിസൈൻ പാർട്ട്. ആ ഡിസൈൻ പാർട്ടിൽ വന്നിട്ട് നമ്മൾ അവർക്ക് 3Ds കൊടുക്കും, മോസ്റ്റ്ലി സ്കെച്ചപ്പ്. ചില സമയത്ത് ഇപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെൻഡേർഡ് ഇമേജസ് കൊടുക്കും. അപ്പോൾ ആ സ്കെച്ചപ്പിനെ വെച്ചിട്ട് ഫൈനൽ പ്രസൻറ്റേഷനിൽ നമ്മൾ അവർക്ക് മെറ്റീരിയൽസും കൊടുക്കും. അപ്പോൾ അതായത് നമ്മളുടെ ഓഫീസിൽ വി ക്യാൻ സീ ഹൗ യു ആർ പ്രസൻറ്റിങ്. നമ്മുടെ TV-യിൽ വിൽ ഷോ ദം ഹൗ ദ സ്പേസ് ഇസ് ഗോയിങ് ടു ലുക്ക് ഇൻ എ 3D. ആൻഡ് അതിനകത്ത് തന്നെ ആ മെറ്റീരിയൽസ്, നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് അവിടെ ചൂസ് ചെയ്യണേ, ആ മെറ്റീരിയൽസിൻ്റെ സാമ്പിൾസും അവിടെ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് we give them the quotation as well. Then we sign off the project and we start execution and hand over it. നമ്മൾ പറയുന്ന ഇപ്പം നമ്മൾ 3 months പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 months ഉള്ളിൽ തന്നെ വി ഡെലിവർ ഇറ്റ്. ബിക്കോസ് നമ്മൾ കൃത്യമായിട്ടൊരു ഷെഡ്യൂൾ ഉണ്ടാവും. വി ഓൾസോ ഗിവ് ദം ദ ഷെഡ്യൂൾ ഓൺ ദ എഗ്രിമെന്റ്. നമ്മൾ ആ ഷെഡ്യൂളും കൊടുക്കും. റെഗുലർ സൈറ്റ് അപ്ഡേറ്റ്സ് ഉണ്ടാവും ത്രൂ വാട്സ്ആപ്പ് ഓർ വാട്ട് എവർ ചാനൽസ് ദേ പ്രിഫർ. ടെലിഗ്രാം ആവാം, വാട്സ്ആപ്പ് ആവാം, ഇമെയിൽസ് ആവാം. ആൻഡ് നമ്മൾ ഓരോ സെലക്ഷൻ്റെ മുന്നേയും വി ടേക്ക് ദെയർ കൺഫർമേഷൻ റിഗാർഡിങ് ഇതാണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ചാനൽ ഇസ് ഓൾവേസ് ദെയർ. റെഗുലർ അപ്ഡേറ്റ്സ് ഉണ്ടാവും. You can ask any of our clients. Everybody നിങ്ങൾക്ക് ഈ ഒരു ഫീഡ്ബാക്ക് ആണ് തരാൻ പോകുന്നത്. ഫോർ ഈച്ച് ആൻഡ് എവറി ഡിസിഷൻ വി ആസ്ക് ദം, ഫോർ മെറ്റീരിയൽ സെലക്ഷൻ വി ആസ്ക് ദ പെർമിഷൻ. എല്ലാം അവരുടെ അനുവാദത്തോട് കൂടിയിട്ടാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ആൻഡ് വി ഹാൻഡ് ഓവർ ദ തിങ് ആസ് ഡെലിവേർഡ്. നിങ്ങൾ ആ 3Dയിൽ എന്താണോ കാണുന്നത് അത് തന്നെ നിങ്ങൾക്ക് അവിടെ ഡെലിവർ ആയി കിട്ടും. ഈവൺ എ സ്മോൾ, ഇപ്പം ഞാൻ അതിനകത്ത് ഒരു വാസ് വെച്ചിട്ടുണ്ട്, അതിനകത്ത് ഒരു ചെടി വെച്ചിട്ടുണ്ട്. ആ വാസും ചെടിയും നിങ്ങൾക്ക് അവിടെ ഡെലിവർ ചെയ്യുന്ന ദിവസം കാണാം. സോ മിക്ക ആൾക്കാരും എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് 3D ഡിസൈൻസ് കൊടുക്കുമ്പോൾ ആ 3D ഡിസൈൻസിൽ അവർ ആ ഡിസൈൻ
ഭയങ്കര ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറേ സ്റ്റൈലിംഗ് എലിമെന്റ്സ് ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു ഡൈനിങ് ടേബിളിന്റെ പിക്ചർ, ഒരു ഡൈനിങ് റൂമിന്റെ പിക്ചർ കൊടുക്കാന്ന് വിചാരിച്ചു. ഡൈനിങ് ടേബിളും ചെയർസും മാത്രം വെക്കുകയാണെങ്കിൽ ആ ഡിസൈൻ ഭയങ്കര പ്ലെയിൻ ആയിരിക്കും. അപ്പൊ ആൾക്കാർ എന്താ ചെയ്യുക, അതിന്റെ മേലെ കുറെ പൂക്കളും ചെടികളും പ്ലേറ്റ്സും നാപ്കിൻസും ഫോക്സും സ്പൂൺസും ഒക്കെ വെക്കും. അതൊക്കെ കാണുമ്പോൾ, ആ പിക്ചർ കാണുമ്പോൾ ക്ലയൻസിന് ഓ സ്പേസ് ലുക്സ് സോ ഗുഡ്. പക്ഷെ ഡെലിവറിയുടെ സമയത്ത്, ഫൈനൽ ഡെലിവറിയുടെ സമയത്ത് ആ സ്റ്റൈലിംഗ് എലിമെന്റ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. പക്ഷെ അപ്പൊ അവരെന്താ ചെയ്യുക, അതിൽ പുട്ട് ഡിസ്ക്ലെയിമർ ഇൻ ദാറ്റ് എസ്റ്റിമേറ്റ് ദാറ്റ് പ്രൊവൈഡിങ് ഡിസ്ക്ലെയിമർ, ഇതിലുള്ള ഡെക്കോർ സാധനങ്ങളൊന്നും ഈ എസ്റ്റിമേറ്റിൽ ഉണ്ടാവില്ല. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ഹൗ വാട്ട് വി ഡു. നമ്മൾ ഒരു പിക്ചർ അവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ഉള്ള എന്ത് മൈന്യൂട്ട് സാധനമാണോ ഉള്ളത്, ആ മൈന്യൂട്ട് സാധനം നമ്മൾ കൊട്ടേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ആ കൊട്ടേഷനിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് കൊടുക്കും. അപ്പോൾ ആൾക്കാർക്ക് വേറൊരു ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്യുന്നത്, കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ദേ വിൽ ബി ലൈക്ക്, ഞങ്ങൾക്കത് 5 lakhs ചെയ്യാൻ പറ്റിയല്ലോ, കിട്ടിയിട്ടുണ്ടല്ലോ കൊട്ടേഷൻ, നിങ്ങളുടെ കൊട്ടേഷൻ എന്താ 8 lakhs, അല്ലെങ്കിൽ നിങ്ങളുടെ കൊട്ടേഷൻ എന്താ 7 lakhs. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ദർ ഇസ് ദിസ് എൻറ്റയർ തോട്ട് പ്രോസസ് ദാറ്റ് ഇസ് ബീങ് ബിഹൈൻഡ് ഓൾ ദിസ്. കാരണം അതല്ല, നമ്മൾ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ആ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയത്തില്ല. അവർ ആ പിക്ചർ കണ്ടു, കൊട്ടേഷൻ കണ്ടു, അവർ ആ ഡീറ്റെയിൽ, ആ എസ്റ്റിമേഷന്റെ ഡീറ്റെയിൽസിലേക്ക് ആരും പോകുന്നില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളൊരു ഇന്റീരിയർ ചെയ്യുമ്പോൾ സ്റ്റൈലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്റ്റൈലിംഗ് ഇല്ലെങ്കിൽ ആ സ്പേസ് ഭയങ്കര പ്ലെയിൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഇവിടെ ഈ കാണുന്ന ഈ ഒരു ഏരിയ, ഇതിന്റെ ഒരു ഭംഗി വരുന്നത്, ഇത് പ്ലെയിൻ ആയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭംഗി കിട്ടത്തില്ല. ഇതിലെ ഓരോ എലമെന്റും, ഈ ക്ലോക്ക്, ഈ ഡെക്കോർ ഐറ്റംസ് ആണ് അതിന് ഭംഗി കൊടുക്കുന്നത്. അപ്പൊ സ്റ്റൈലിംഗ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് ആ പിക്ചറിൽ നിങ്ങൾ കാണുന്ന ആ ഭംഗി വേണമെങ്കിൽ സ്റ്റൈലിംഗ് ഹാസ് ടു ബി ഡൺ. അവിടേക്കാണ് ഈ കോട്ടിന്റെ ഡിഫറൻസസ് വരുന്നത്. പക്ഷെ പീപ്പിൾ ഫെയിൽ ടു, അവർക്ക് അത് മനസ്സിലാവില്ല. കാരണം അവർ അത്രയും ഡീറ്റെയിലോട്ട് പോവില്ല. ദേ വിൽ ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ അമൗണ്ട്. ഓക്കെ, ഇവർ ഇത് തന്നു, ഇവർ ഇത് തന്നു, എന്താ ഇപ്പൊ വ്യത്യാസം? പിക്ചേഴ്സ് ഒന്ന് കാണുമ്പോൾ ഏകദേശം സിമിലർ ആണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ആ പിക്ചേഴ്സിൽ കാണുന്ന എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൊട്ടേഷനിൽ ഉണ്ടാവില്ല. ഒരു ഡിസൈനിന് വേണ്ടിയിട്ട് ആദ്യം ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ അവരുടെ ഹോബീസ് അല്ലെങ്കിൽ അവരുടെ ഡെയിലി റൊട്ടീൻസിനെയൊക്കെ കുറിച്ചായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതിനകത്ത് അവരുടെ ഹോബീസിനെ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബെഡ്റൂംസിലാണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇപ്പോൾ എന്തൊക്കെയായിരിക്കും അവരുടെ ആക്ടിവിറ്റീസ്, അതിനെ ബേസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അവരുടെ സ്റ്റോറേജിൻ്റെ റിക്വയർമെൻറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. അത് അവർക്ക് കൂടുതൽ അവരുടെ ലൈഫിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഒരു ഇൻറ്റീരിയർ സ്പേസ് എന്നുള്ളതാണ്. അതിപ്പോൾ കിച്ചൺ ആണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കിച്ചൺ ഡിസൈൻ ചെയ്യുമ്പോൾ അവർ എങ്ങനെയാണ് ഇത്രയും നാൾ വർക്ക് ചെയ്തിരുന്നത്, ഒരു കിച്ചണിൽ എങ്ങനെ ആക്ടിവിറ്റീസ് അവർ ചെയ്തിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു ആസ് എ ഡിസൈനർ അവർ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡിസൈൻ ചെയ്യുമ്പോൾ ആ എലമെന്റ്സ് നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് പോവാം. സോ അത് അവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് അതിനോട് ആ സ്പേസിനോട് അവർക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയുള്ള കുറേ എലമെന്റ്സ് നമ്മൾ മുന്നിൽ കണ്ടിട്ട് ആ ഒരു സ്പേസ് ഒരു ഡിസൈൻ പ്രോസസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരു ക്ലയന്റിന്റെ ഒരു സ്പെസിഫിക് സ്റ്റൈൽ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെങ്കിൽ, നമ്മളിപ്പം ഒരു ലേഡ് ബാക്ക് സ്റ്റൈലാണ് അവർക്ക് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ഇൻഡസ്ട്രിയൽ സ്റ്റൈൽ അവർക്ക് പ്രിഫർ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് കുറേ കൂടി ട്രഡീഷണൽ ആയിട്ടുള്ള സ്റ്റൈൽസ് വേണമെന്ന് വെച്ചാൽ അതിന് ട്രാൻസിഷണൽ സ്റ്റൈൽസ് അല്ലെങ്കിൽ വിൻറ്റേജ് സ്റ്റൈൽസ് ഉണ്ട്, അത് പ്രിഫർ ചെയ്യാം. ഇപ്പം അവർക്ക് ഒരു കാം ആൻഡ് സൂതിങ് എൻവയോൺമെന്റ് വേണമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി സെൻ സ്റ്റൈൽസ്, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ, ജപ്പാനീസ് സ്റ്റൈൽസ്, നോർഡിക് സ്റ്റൈൽസ്, അതൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു അർബൻ സിറ്റീസ് ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി റിലേറ്റഡ് ടു എന്താ പറയാ, കണ്ടംപററി, അർബൻ മോഡേൺ, അങ്ങനെ പല സ്റ്റൈൽസ് ഉണ്ട്. സോ ഇത് എല്ലാം, ദിസ് ഹോൾ തോട്ട് പ്രോസസ് ഇസ് ഡൺ ബൈ ആൻ ഇന്റീരിയർ ഡിസൈനർ. അവരുടെ സ്പെസിഫിക് ഓരോ ആൾക്കാരുടെയും പേഴ്സണാലിറ്റി വേരീഡ് ആണ്. ആ പേഴ്സണാലിറ്റിക്ക് അനുയോജ്യമായിട്ടുള്ള സ്റ്റൈൽസ് ഉണ്ട്. ആ സ്റ്റൈൽ അവിടെ കൊണ്ടുവരുമ്പോഴാണ് ആ സ്പേസ് അവരുടെ പേഴ്സണാലിറ്റിനെ റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എൻറ്റയർ തോട്ട് പ്രോസസ്, ആ ഒരു ഹോൾ തിങ് ആ ഒരു വീട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് ചെയ്യുമ്പോൾ ഇറ്റ് ഗോസ് ബിഹൈൻഡ് ദാറ്റ്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ആൻഡ് ഇതിന് വേണ്ടിയിട്ട് ഇഫ് യു വാണ്ട് ടു എക്സ്പീരിയൻസ് ദിസ് കൈൻഡ് ഓഫ് എ പേഴ്സണലൈസ്ഡ് കൺസൾട്ടേഷൻ, പ്ലീസ് ടു ഫീൽ ഫ്രീ ടു വിസിറ്റ് us. We are Studio Novel Factor. നമ്മൾ മലയിൽ മെജസ്റ്റി എന്ന ഒരു ബിൽഡിങ്ങിലാണ്. ദാറ്റ് ഇസ് ഇരുമ്പനം, നിയർ ടു ചോയ്സ് പാരഡൈസ്.
മിക്ക ആൾക്കാരും ഈ ഒരു ഇന്റീരിയർ ഡിസൈനറിനെ ഹയർ ചെയ്യുന്നത് വീടെല്ലാം പണിത് കഴിഞ്ഞിട്ടായിരിക്കും. അതായത് ബേസിക്കലി അതിന്റെ സ്ട്രക്ചർ എല്ലാം കംപ്ലീറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു ഫ്ലാറ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഒരു ഫ്ലാറ്റ് എടുക്കുമ്പോൾ ആ ഫ്ലാറ്റ് പണിയുമ്പോഴേ നമ്മൾ ഒരു ഇന്റീരിയർ ഡിസൈനറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് അതിന്റെ സ്ട്രക്ചർ വരുമ്പോൾ തന്നെ ഇന്റീരിയർ ഡിസൈനറിനെ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ബെനിഫിറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡിസൈൻസ് അതിനകത്ത് ബ്ലെൻഡ് ചെയ്യാനായിട്ട് സീംലെസ് ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കൊരു ക്ലയന്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരൊരു ഫ്ലാറ്റ് പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫ്ലാറ്റ് പ്രീ ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്ക് ഓൾറെഡി ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ആ പ്ലാനിൽ കിച്ചൺ ഓപ്പൺ കിച്ചൺ ആയിരുന്നില്ല. അപ്പൊ ദിസ് പെർട്ടിക്കുലർ ക്ലയന്റ് വാണ്ടഡ് an open kitchen. അപ്പൊ what she did, she approached me and she asked me whether this can be done. എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് വരാനുണ്ട്. They were very specific about their hobbies. അതായത് അവർക്ക് കുട്ടികളുണ്ട്. They wanted this musical instruments വെക്കാൻ ഒരു സ്ഥലം വേണം. അവർക്ക് ഇവിടെ TV വേണ്ട, ഇവിടെ ഒരു സ്വിങ്ങിങ് എന്താ പറയാ ഡേ ബെഡ് വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം ദാറ്റ് ഇസ് എ വെരി എന്താ പറയുക ഒരു ഐഡിയൽ ക്ലയന്റ് ആണ്. കാരണം അവർക്ക് അവരുടെ നീഡ് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് നിങ്ങൾ ഇരുന്ന് ചിന്തിക്കണം ബിഫോർ പ്ലാനിങ് എ ഹൗസ്. അതിന് നിങ്ങളുടേതായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സും കൂടെ അവിടെ വേണം. ഇന്റീരിയർ ഡിസൈനറിന് എപ്പോഴും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ആസ് സ്റ്റുഡിയോ നോൾ ഫാക്ടർ വി ക്യാൻ ഓൾവേസ് ഹെൽപ്പ് യു. പക്ഷെ നിങ്ങളുടെ തോട്ട് പ്രോസസ്സും കൂടെ അതിനകത്ത് വേണം. അപ്പോൾ ഇവർ ഭയങ്കര സ്പെസിഫിക് ആയിരുന്നു. ഇവർക്ക് ആ ഒരു ഫ്ലാറ്റിന്റെ ലേ ഔട്ടിൽ ഇവർ ഈ പറഞ്ഞ എല്ലാ നീഡ്സും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് അറിയില്ല. ദേ ഹാഡ് ദാറ്റ് പ്ലാൻ, പക്ഷെ ദേ ഡിഡ്ന്റ് നോ വെദർ ഓൾ ദിസ് കുഡ് ബി അക്കോമഡേറ്റഡ് ഇൻ ദാറ്റ് പ്ലാൻ. അപ്പോൾ അവരെ നമ്മൾ അപ്രോച്ച് ചെയ്തു. ഇപ്പോൾ വി ടോൾഡ് ദം ഓപ്പൺ കിച്ചൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും, അവിടെ മൂവ്മെന്റിന് ഇഷ്യൂസ് ഉണ്ടാവാം. അതുപോലെ തന്നെ വി സജസ്റ്റഡ് ദം ആ TV യൂണിറ്റ് അവിടെ നിന്ന് മാറ്റിയിട്ട് വി ക്യാൻ ഷിഫ്റ്റ് ഇറ്റ് ടു സം അതർ പ്ലേസ് ആൻഡ് ദെൻ വി ക്യാൻ പ്ലാൻ ദാറ്റ് ഏരിയ ഫോർ ദെയർ ഹോബീസ് ആൻഡ് ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഡേ ബെഡ് ഇൻകോർപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു സ്പെസിഫിക് സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇപ്പൊ എന്തായി, അവരുടെ ഫ്ലാറ്റ് അവരുടെ സ്ട്രക്ചറിൽ പണിത് വരുമ്പോൾ തന്നെ ദേ ഹാവ് ഓൾ ദീസ് തിങ്സ് സീംലെസ്ലി ഇന്റഗ്രേറ്റഡ് ഇൻ ടു ദാറ്റ് ഹോൾ സ്ട്രക്ചർ. 2 years കഴിഞ്ഞാൽ ആ ഫ്ലാറ്റിന്റെ പണി കഴിയുമ്പോൾ ദേ വിൽ അപ്രോച്ച് us for sure, which I know that they'll approach me. ആ സമയത്ത് നമ്മുടെ വർക്ക് കുറച്ചും കൂടി ഈസിയർ ആവാണ്ട് ഫോർ ദം. നമ്മൾക്ക് എക്സിക്യൂഷന്റെ സമയത്തും ഡിസൈനിന്റെ സമയത്തും അത് ഭയങ്കര ഈസി ആവും. അപ്പൊ ഇവിടെ വാട്ട് ദ ഇന്റലിജന്റ് മൂവ് ദേ ഡിഡ് ഇസ് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്തു. വാട്ട് ക്യാൻ ബി ഡൺ. അപ്പൊ ആ ഒരു തോട്ട് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഐ ഏർജ് എവ്രിബഡി, ഇപ്പൊ നിങ്ങളൊരു ഇന്റീരിയർ ഡിസൈനർ ഇപ്പൊ സ്റ്റുഡിയോ നോവൽ ഫാക്ടർ നമ്മളെ ഹയർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അഥവാ വേറെ ആരെങ്കിലും ഹയർ ചെയ്യുകയാണെങ്കിലും വി ഓൾവേസ് ബി സ്പെസിഫിക്. നിങ്ങളുടെ തോട്ട്സ് എന്താ, നിങ്ങളുടെ നീഡ്സ് എന്താന്ന് സ്പെസിഫൈ ചെയ്തിട്ട് ആ ഇന്റീരിയർ ഡിസൈനറിനോട് ആദ്യം തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്യണം. എന്നാലാണ്, അല്ലെങ്കിൽ വെറുതെ അൺനെസസറി ഡെമോളിഷൻസും അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ ആ സ്പേസ് ടേൺ ഔട്ട് ചെയ്യില്ല. അപ്പോൾ ദ റൈറ്റ് പ്ലേസ് ടു ഹയർ ആൻ ഇന്റീരിയർ ഡിസൈനർ, the right time to hire an interior designer is when you start thinking of your home. നമ്മളൊരു ആർക്കിടെക്റ്റിനെയോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിനെയോ അപ്രോച്ച് ചെയ്യുന്നതിനേക്കാളൊക്കെ മുന്നേ, അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ യു ഷുഡ് അപ്രോച്ച് an interior designer എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഏത് ഒരു ഇന്റീരിയർ ഡിസൈനർ എടുത്ത് ഒരു പ്രൊജക്റ്റ് ഒരു എക്സിക്യൂഷനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് റിവീൽ ചെയ്യാം. അത് ഈ ഏതൊരു ഇന്റീരിയർ ഡിസൈനർ ആണെങ്കിലും അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇപ്പം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ആൾക്ക് വ്യക്തമായൊരു ബഡ്ജറ്റ്, എനിക്ക് ഈ ഒരു വർക്കിന് വേണ്ടി ഇത്ര ബഡ്ജറ്റ് എന്നല്ല, പുള്ളിക്ക് ഇതിനു വേണ്ടി ഈ വീടാണെങ്കിൽ വീട്, ഇല്ലെങ്കിൽ ഓഫീസാണെങ്കിൽ ഓഫീസ്, ഇതിനു വേണ്ടി എനിക്ക് ഈ ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ് എന്നുള്ളൊരു ഔട്ട്ലൈൻ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തായിരിക്കും ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ കോഴ്സിനകത്ത് നമ്മളിപ്പം ഒട്ടും നമ്മൾ ക്ലയൻറ്റിൻ്റെ അടുക്ക് സംസാരിച്ച് കഴിയുന്ന ഒരു ഇൻപുട്ട് വെച്ചിട്ടായിരിക്കും ഡിസൈനർ പലപ്പോഴും നമ്മൾ ഡിസൈൻസ് പ്രൊവൈഡ് ചെയ്യുക. ചിലപ്പം ബഡ്ജറ്റ് ആദ്യം പറഞ്ഞിട്ടുണ്ടാവില്ല. സോ നമ്മൾ ഡിസൈൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആ ടൈമിൽ ചിലപ്പം അറിയുന്നുണ്ടാവില്ല ഈ ക്ലയൻറ്റിന് അത്രയും ബഡ്ജറ്റ് ഇല്ല, ഇല്ലെങ്കിൽ ബഡ്ജറ്റ് കുറച്ചും കൂടെ നമുക്ക് എടുക്കാം എന്നുള്ളത് അറിയുന്നുണ്ടാവില്ല. സോ ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഇനിഷ്യലി തന്നെ നമ്മൾ ബഡ്ജറ്റ് റിവീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഏകദേശം ഈ ഒരു ഇതിനകത്താണ് എനിക്ക് വേണ്ടതെന്ന് റിവീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. കുറേ ടൈം ഡിസൈനറുടെ ആണെങ്കിലും അതിൻ്റെ ഡിസൈൻ പ്രോസസ്സിൽ കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ക്ലയൻറ്റിന് ഇപ്പോൾ കുറച്ച് ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാർ, അതായത് ബഡ്ജറ്റ് കുറവെന്ന് പറയാൻ പറ്റില്ല, ഓരോ ക്ലയൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് കുറച്ച് ചെയ്യണമെന്ന്, ലോ ബഡ്ജറ്റിൽ ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവർക്ക്
നമുക്ക് അവരുടെ ഏറ്റവും കൂടുതൽ അവരുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഉൾപ്പെടുത്തി പോവാം. അപ്പോൾ നമുക്ക് ഡിസൈൻസിനകത്ത് അധികം കോംപ്രമൈസ് ചെയ്യാതെ ആ ബഡ്ജറ്റിലേക്ക് വരാം, ടൈം സേവ് ചെയ്യാം. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് അതിനുണ്ട്. സോ ഏതൊരു ഡിസൈനർ എടുത്തും ആദ്യം നമ്മൾ ബഡ്ജറ്റ് റിവീൽ ചെയ്യുന്നത് ഒരു നല്ല കാര്യമാണ്.